അങ്ങനെ നമ്മളത് ഹോട്ടലിലെത്തി. ഗ്രാൻഡ് കൺവെൻഷൻ എന്ന് പറയുന്ന ഹോട്ടലിലാണ് നമ്മൾ താമസിക്കുന്നത് 3 ദിവസം. ഇപ്പോൾ റൂമിലേക്ക് ഇതാട്ടോ നമ്മുടെ റൂമിൽ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ. നമ്മുടെ റൂം വന്നേക്കുന്നത് 23ാമത്തെ ഫ്ലോറിലാണ്. അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം നല്ല. ആകെ 3 ദിവസമുള്ള കാരണം കൊണ്ട് കുറച്ച് സമയമല്ലേ ഉള്ളൂ, അധിക നേരം ഒന്നും റെസ്റ്റ് എടുത്തില്ല. രാവിലെ വന്ന് റൂമിൽ വന്ന് കിടന്നുറങ്ങി. ഒരു 3:30 ആയപ്പോഴത്തേ നമ്മുടെ ഡ്രൈവർ വന്നപ്പോൾ നമ്മളൊരു എന്താ പറയുക സിറ്റി ടൂറിന് പോവാണ്. ആദ്യം ഒരു ചോക്ലേറ്റ് ഫാക്ടറി കാണാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. അപ്പോൾ നല്ലൊരു ഉറക്കം ഉറങ്ങി. അപ്പോൾ ഒരുവിധം ക്ഷീണമൊക്കെ മാറി. ഇന്നലെ ഫ്ലൈറ്റിൽ ഉറക്കമൊന്നും ശരിയായില്ലല്ലോ, അപ്പോൾ അതിൻ്റെ ക്ഷീണമുണ്ട്. പിന്നെ ഇവിടെ കാണുന്നത് ഫുൾ നമുക്ക് വലിയ കാര്യങ്ങളാണ്. കാരണം ഇത്രയും ഹൈറ്റിലുള്ള ബിൽഡിങ്ങുകളും നമുക്ക് നാട്ടിലില്ലല്ലോ. ചില ബിൽഡിങ്ങുകൾ ഇങ്ങനെ കഴുത്തിങ്ങനെ തല ഇങ്ങനെ പൊക്കി നോക്കുകയാണ്, അത്രയും ഹൈറ്റ്. പിന്നെ വണ്ടിയിൽ ഇരുന്നിട്ടുള്ള വ്യൂ കാണാനേ ഭംഗിയുള്ളൂ കേട്ടോ. പുറത്ത് നല്ല വെയിലാണ് ഇവിടെ ഇപ്പോൾ ഈ സമയത്ത്. 3:30 ആയി ഇവിടെ, പക്ഷെ നമ്മുടെ അവിടെ ഉച്ചക്കലത്തെ ആ ഒരു ഫീലാണ്. അങ്ങനെ മാനം മുട്ടുള്ള ബിൽഡിങ്ങുകൾ ഇങ്ങനെ കണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടോ, ചോക്ലേറ്റ് ഫാക്ടറിയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിള്ളേർക്ക് എന്തായാലും നല്ല സന്തോഷമായി. കാരണം ചെന്നപ്പോൾ തന്നെ അവിടെ എല്ലാ ചോക്ലേറ്റിൻ്റെയും നമുക്ക് ടേസ്റ്റ് നോക്കാൻ തോന്നും. അപ്പോൾ അവർ നല്ല ഹാപ്പിയായി. അങ്ങനെ ചോക്ലേറ്റ് അവിടെ നിന്ന് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചോക്ലേറ്റിന് നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മൾ മേടിച്ചു. എന്നിട്ട് കഴിക്കാൻ മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ പുറത്തിറങ്ങിയപ്പോഴുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ബിൽഡിങ്ങുകളുടെയൊക്കെ ഹൈറ്റ് കണ്ടോ. പക്ഷേ നല്ല വെയിലായാണ് മുകളിലേക്ക് ശരിക്കും നോക്കാൻ പറ്റില്ല. നമ്മുടെ ക്യാബ് അവിടെ തന്നെ ഉണ്ട്. ഡ്രൈവർ നല്ല കമ്പനിയാട്ടോ. പുള്ളിക്ക് മലയാളം അറിയില്ല, പക്ഷെ നമുക്ക് നല്ല ഹെൽപ്പിംഗ് ആണ്. അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയേക്കാണ്, KL ടവർ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മലേഷ്യ സിറ്റിയുടെ 60% കാണാൻ പറ്റുമെന്ന് പറയണേ. ഒന്നും പറയാനില്ല, സൂപ്പർ വ്യൂ ആണ് കേട്ടോ. ഇത് ശരിക്കും 300 മീറ്റേഴ്സ് മുകളിലാണ് KL ടവറിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സിറ്റി ഏകദേശം 60% നമുക്ക് കാണാൻ പറ്റും. നല്ല രസമാണ് കേട്ടോ. ഫുൾ നമുക്കിങ്ങനെ റൗണ്ട് ചുറ്റി നടന്ന് കാണാം പുറത്തേക്കാണ്. പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാട്ടോ. കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴേ ഈ മലേഷ്യയുടെ ഒരു 60% ഒക്കെ നമുക്ക് കാണാം. കാരണം നമ്മൾ 300 മീറ്റർ മുകളിലാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ചുറ്റും ഉള്ളൊരു അത്ഭുതം പോലെ തോന്നുന്നത്. ലിഫ്റ്റിൽ കയറിയിട്ട് നമുക്ക് മുകളിലേക്ക് കയറുമ്പോൾ നമ്മുടെ ചെവി ഇങ്ങനെ എയറേ തിക്കണ പോലെയൊക്കെ തോന്നും. പിന്നെ ഓക്കെ ആവും. എന്നാലും ആ പ്രഷറിൻ്റെ ഒരു ചേഞ്ച് വരുന്നുണ്ടല്ലോ, അത് കാരണം കൊണ്ട്. പിന്നെ നല്ല സൂപ്പർ വ്യൂ ആണ്. ഇതിൽ ട്വിൻ ടവറും ഏറ്റവും ഹൈറ്റുള്ള ടവറെല്ലാം കാണാം. നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. ക്യൂ നിൽക്കുകയാണല്ലോ അവർ. കാഴ്ച കണ്ടു. നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും ആകെ ആവശ്യമായി. കാരണം സംഭവം കയറുന്നത് ലിഫ്റ്റിലാണെന്നുണ്ടെങ്കിലും അവിടെ നിന്ന് ഒക്കെ ചുറ്റിക്കറങ്ങി. പിന്നെ നമ്മൾ നടക്കുമ്പോൾ നമ്മളെ കുട്ടീസ് ചെറുതുകളെ 2 എണ്ണത്തിന് എടുക്കണമല്ലോ. ഗൗരീനെ പിന്നെ എടുക്കാണ്ട് നിർത്തിയില്ല. ഈ 2ാമത്തെ സാധനത്തിന് അത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എടുക്കുമെന്നും പറഞ്ഞ് മേത്തോളും. അപ്പോൾ അത് കാരണം ഇത്തിരി ഒരു ടാസ്ക്കാണ്. അങ്ങനെ നമ്മൾ താഴെ വന്ന് പിന്നെ ഇത്തിരി ജ്യൂസൊക്കെ കുടിച്ച് അവിടെ ഇരിക്കുകയാണ് ഇത്തിരി നേരം. ഫുഡ് മേടിച്ചു കൊടുക്കുമ്പോൾ നല്ല പേടിയുണ്ട് കേട്ടോ. കാരണം വല്ല കണികണ്ടൊക്കെ കൊടുത്താലേ വയറിനുള്ള കംപ്ലൈൻറ്റ് വന്നാലും ഒന്ന് അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചതാകുമ്പോൾ കുഴപ്പമില്ല, പേടിക്കാനില്ലല്ലോ. പിന്നെ ഞാനൊരു ടെൻഡർ കോക്കനറ്റിൻ്റെ നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, നല്ല ഭംഗിയിൽ അവർ നല്ല കട്ട് ചെയ്ത് അത് മാത്രമാക്കിയിട്ട് നമുക്ക് തരും. അതും ഒരു ജ്യൂസ് കുടിച്ചു. പിന്നെ അപ്പം അങ്ങനെ ഒന്ന് ഓക്കെ ആയി. ക്ഷീണമൊക്കെ ഒരുവിധം കുറഞ്ഞു. അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് അങ്ങനെ പോവാം. ഡ്രൈവറെ വിളിക്കാൻ പോകുന്നു. അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.